വിരുന്നിന് വിളിച്ചവർ ഇനിയിപ്പോൾ എപ്പോൾ വരുന്നതാണാവോ. കാലത്തണിച്ച് ചായയുടെ പണി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഇതാ 8:30 ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്കുള്ള ബീഫ് വാങ്ങിയിട്ടില്ല കുറച്ചാനെ. ഇനിയിപ്പോൾ അവർ വിളിച്ചോ എന്തോ പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ വിളിച്ചു വിട്ടില്ലെങ്കിൽ എനിക്കില്ല. അണിച്ചാ അല്ല, നിങ്ങൾ ഇരിക്കുക ഇവിടെ. നിങ്ങൾ പോയിട്ട് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരും. എന്താന്നാ അവർ നേരത്തെ വരും. കല്യാണം കഴിഞ്ഞാലും നമ്മൾ വിരുന്ന് വിളിച്ചിരിക്കുകയല്ലേ. കാലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയാകാൻ. നേരത്തെ പോയാലേ നല്ല ബീഫ് കിട്ടുക. നേരം വൈകി പോകുമ്പോൾ അവർ വെട്ടിക്കൂട്ടൊക്കെ ചേർത്ത് തരും. കുറച്ചായാലും ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് 2 മിനിറ്റ് ഇപ്പോഴെന്നെ സമയം നിങ്ങൾ പോയി വാങ്ങിച്ചു വന്നിട്ട് ചായ കുടിക്കാം. പറഞ്ഞതനുസരിച്ച് നേരത്തെ പോയാൽ നല്ലത് കിട്ടും. അതാ ഞാൻ പറയുന്നത്. അല്ലടി, കോഴി പഠിച്ചിട്ട് കോഴി ബിരിയാണി വെച്ചിട്ടേ ആ ചില്ലിക്കുള്ള വേറെ മാറ്റി ചില്ലിയും കൂടെ ഉണ്ടാക്കിയ പോരെ. ഉച്ചക്കല്ലേ സമയമുണ്ട്. ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തിൽ പോയി വന്നൂടെ. കോഴി വേണ്ടെന്ന് ഈ ചൂട് സമയത്ത് കോഴിയൊന്നും വേണ്ട. ഇന്ന് ഞായറാഴ്ച അല്ലേ, നല്ല ഇറച്ചി കിട്ടും. പോയാൽ നല്ല പോത്തിറച്ചി കിട്ടിയ പോത്തിറച്ചിയിൽ കുറച്ച് ബിരിയാണിയും വെച്ച് കുറച്ച് വരട്ട. അതാണ്. അവർ 2 പേരല്ലേ വരുന്നുള്ളൂ. ഒത്തിരി ഉള്ളത് നല്ലതിൽ കൊടുത്തുകൂടാ. ചിക്കൻ പിന്നെ എപ്പോഴും വാങ്ങുന്നതാണ്. അതൊന്നും വേണ്ട. നിങ്ങൾ പോയിട്ട് വാങ്ങിക്കോ. നിങ്ങൾക്ക് നല്ല അവരുള്ള ചായ വിളപ്പിച്ച് ചായ കുടിച്ചുകൊണ്ട് വേഗം പോ. നേരത്തെ പോയാലേ കിട്ടുക. ഇപ്പം 9 മണിയായി. ചായ ഒന്നും വേണ്ട, ഞാൻ പോകുമ്പോ കുടിച്ചോളാം. നീ സെഞ്ചി എടുത്തിട്ടൊന്ന് പോയിട്ട്. അതെ, ഞാൻ സെഞ്ചി എടുത്ത് വരാം. നല്ല നോക്കിയൊരു 3 കിലോ ബീഫും മേടിച്ചോ, 2 കിലോ അരിയും മേടിച്ചോട്ടാ. 3 കിലോ ബീഫ് എന്തിനാ? അവര് ആകെ 2 ആളെ വരുന്നുള്ളൂ. നമ്മൾ 2 ആള് പോകും. ആകെ 1 കിലോ 1.5 കിലോ കഷ്ടി മേടിച്ചാൽ മതി. പിന്നെ 1 കിലോ അരി അത് മതി. എന്തിനു 3 കിലോ? ആർക്ക് കൊടുക്കാനാ? 1 കിലോനൊക്കെ വെച്ചിട്ട് മതിയാന്ന്. ഇല്ല, പിന്നെ 4 ആൾക്ക് പോരെ. എന്തോ ചെയ്യ്. അതെ, അരി നല്ല നീളമുള്ള അരി മേടിച്ചോട്ടാ. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം. അല്ലെങ്കിൽ ജോസ് കൈന്ന് മേടിച്ചോട്ടാ. ഇത് 2 വർക്കത്തൊന്നും മേടിക്കല്ലേ. കുറച്ച് കാണുന്നേ. കുറച്ച് പണികളുണ്ട് അടുത്തത്. വേഗം വരിട്ടാ. നേരെ ഒരുപാട് വൈകണ്ട. ഇനിയിപ്പോൾ വരുന്നവരിത്തിരി നേരത്തെ കാലത്ത് വന്നാൽ വേഗം പണികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ഇനി അവരെപ്പോൾ വരുന്ന പുതുമോടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ആരെ നേരത്തെ വിളിക്കണോ? നമ്മളെ നേരത്തെ വിളിക്കണാവോ? പണി തിരക്കിലാണ്. ആരാ വിളിക്കണേ? ഹലോ ഹലോ അമ്മായി. ആ, എവിടെ എത്തി മോനെ? അമ്മായി, ഞാൻ വിളിച്ചെന്ന് വെച്ചാലേ, മോനെ അവിടുന്ന് ഇറങ്ങിയാ? വീട്ടിൽ നിന്ന് ഇറങ്ങിയാ? നിങ്ങൾ എപ്പോഴാ എത്തുക? അമ്മായി, അത് പറയാൻ വേണ്ടി ഞാൻ ഇപ്പൊ വിളിച്ചതാണ്. ഞാൻ ഇപ്പൊ ഉള്ള വെച്ചാലേ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെ ഞാൻ ഇപ്പൊ ഉള്ളത്. ഞാൻ എന്തായാലും വരാൻ കുറച്ച് ലേറ്റ്, ഒരു 2-2:30 മണിയൊക്കെ ആവും അമ്മായി. പറയാൻ വേണ്ടി വിളിച്ചാണ് അമ്മായി. ആയിക്കോട്ടെ കുഴപ്പമില്ല. നോക്കി വരീട്ടാ, ശ്രദ്ധിച്ചു. ശരി അമ്മായി. ഓക്കെ. 2:30 ആവുന്നു. സമാധാനത്തിൽ വന്നാൽ മതി. അപ്പോഴേക്കും എൻ്റെ പണിയൊക്കെ കഴിയരുത്. എവിടെ നീയേ? ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ആളെ കാണാനല്ലോ. ഇവിടെ ഉണ്ടാ? വന്നാ? അതെ, 1 കിലോ ബീഫും 1 കിലോ അരിയും വാങ്ങിയിട്ടുണ്ട്. കേക്ക്. നീ അല്ലെങ്കിൽ തന്നെ കൂടുതലാക്കിട്ട് വേസ്റ്റ് ആക്കിയിട്ട് കുറെ അങ്ങോട്ട് പുഴിഞ്ഞു വെക്കും. അവർക്ക് തിന്നുമില്ല. ലാസ്റ്റ് അവിടെ ഇവിടെ ഇങ്ങോട്ട് കളയുക. അത് മതി, ഉള്ളതും മതി. അത് വെച്ചിട്ട് സന്തോഷമായിട്ട് കൊടുക്കുക. അതന്നെ, കുറെ വെച്ച് പുഴിഞ്ഞു. നിങ്ങൾക്ക് ഇത്തിരി വാങ്ങണതിൽ പിച്ചുകത്തരം കൂടുതലാ. 1 കിലോ മേടിച്ചാലും ഇറച്ചി 1.5 കിലോ വാങ്ങാതില്ലേ? 1 കിലോ മതിയടി. 2 പേരിലെ വരും, പിന്നെ 2-4 പേരിലുള്ളൂ. ഒന്നും മിണ്ടണ്ട. പറഞ്ഞത് കൂട്ടാക്കില്ലേ? പിശുകത്താരം എപ്പോഴും പിശുകത്താരം. എന്ത് ഇതിലൊക്കെ തന്നെ പിശുകത്താരം കാണിക്കുള്ളൂ. പിന്നെ ഉള്ളതിനൊന്നും പിശുകത്താരം കാണിക്കില്ല. ലോട്ടറി എടുക്കാനും സിസർ വലിക്കാനും സിസർ പെട്ടി വാങ്ങാനൊക്കെ ഒരു പിശുകത്താരം കാണിക്കില്ല. ഇതൊക്കെ വാങ്ങണമെങ്കിൽ പിശുകത്താരം. 100 റുപ്യ വേണം ഒരു പെട്ടി സിസർ കിട്ടണമെങ്കിൽ. ഒരു ദിവസം 2 പെട്ടി സിസർ വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം 200 റുപ്യ വെച്ച് ചിലവാക്കണം. കണക്ക് കൂട്ടി നോക്കി നിങ്ങൾ. വീട്ടിലേക്ക് ചിലവാക്കുന്നത് മാത്രം പിശുകത്താരം കാണിച്ചിട്ട് കാര്യമില്ല. ലോട്ടറിയോ
ഒരു ദിവസം 5-6 എടുക്കണം. ഒരു ലോട്ടറി വന്നിട്ട് 50 ഉറുപ്പിയാണ്. ഇതിനൊന്നും പിശുക്കത്തരം കാണിക്കണ്ട, വെറുതെ പോകാണ്. കിട്ടിയാൽ കിട്ടിയില്ലെങ്കില്ല, ഒന്നും കിട്ടണമില്ല. കുടുംബത്തേക്ക് വാങ്ങുന്നത് മാത്രം പിശുക്കത്തരം. അവരെ മുന്നിൽ വന്നിട്ട് ഇരിക്കുമ്പോൾ ഇനി ഇതുപോലത്തെ ഒന്നും എണ്ണിപ്പെറുക്കണ്ട നിങ്ങൾ. മനുഷ്യൻ നാണക്കേട്. നിങ്ങളെ പറഞ്ഞാൽ ഇതാണ് എനിക്ക് തെറ്റ്. ഇനി പോട്ടെ, ഇനി അത് വേറെ എടുത്ത് നുറുക്കലും പണികളും നോക്കട്ടെ. 2 മണിക്ക് വരാൻ പറഞ്ഞ കാര്യം ഒരു സമാധാനം. എന്നിട്ടും ഇത്ര നേരമായിട്ട് കാണാനില്ല. 2 മണി 2:30 മണിക്കും വരുമ്പോൾ ഇപ്പോൾ സമയം 3 മണിയായല്ലോ. അത് വന്നു തോന്നുന്നുണ്ട് അവർ. നോക്കട്ടെ, അത് വന്നു തോന്നുന്നുണ്ട്. അത്ര നേരം 3 മണിയായി സമയം. ഇതാരത് വഴി തെറ്റി വന്നാണോ? കോണി മല്ലടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ. ആരാ? അവരല്ല, ഇത് വേറെ ആരോ. ഇതേ ബാക്കിൽ വല്ല പണിയിലായിരിക്കും അമ്മായിയൊക്കെ. ഇത് അവരാണല്ലോ ആരാ? അമ്മായിന്റെ മോനും മോന്റെ ഭാര്യയും. അതെ, അവരെന്ത് നേരത്തെ നിൽക്കുന്നത്? അതെന്തെങ്കിലും ചിലപ്പോ വിളിക്കാനോ കല്യാണം വിളിക്കാനോ എന്തെങ്കിലും വന്നാവും ചിലപ്പോ. അവരാണ് പണ്ട് വേഗം വന്നാണ്. അവർ കണ്ടിട്ടില്ല. അതേ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ കാലത്ത് 1 കിലോ ഇറച്ചിയും 1 കിലോ അരിയും തന്നെ കഴിച്ചു തന്നിട്ടുള്ളൂ. ഇനി ഇവരോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊന്നും പറയാൻ. ഇവര് വരുന്ന എനിക്കറിയില്ല, പെട്ടെന്ന് വന്നല്ലേ. ഭക്ഷണം കഴിച്ചിട്ട് പോകാനും നിർബന്ധിക്കണ്ടെന്ന്. അത് ഞാൻ നോക്കട്ടെ, എന്താ സിറ്റുവേഷൻ. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറ്റുക. അപ്പൊ നമ്മളെന്ത് ചെയ്യാ? നമുക്കില്ലെങ്കിൽ അവർക്ക് കൊടുക്കണ്ടേ? കൊടുക്കണം. ഇതിവിടെ വേണ്ടേ? നിങ്ങളെ പിശുക്കാനല്ലേ? ശരി, നോക്കാം, എന്താ ചെയ്യുന്ന അറിയില്ലല്ലോ, നോക്കാം. ഇതാരിത്? പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ. അതെ, ഞാന് എന്താ പറയാ, ചെറിയൊരു പരിപാടി ഉണ്ട്, അത് നിങ്ങളെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാ. അതെ, ഇതാരോ വന്നിക്ക് നോക്കിയാ? അമ്മായിന്റെ മോനും മരുവനോ? അമ്മായിന്റെ മോളും മരുവനോ? കുറച്ച് ബുദ്ധിമുട്ടി താത്ത, ഈ വീടൊന്ന് കണ്ടുപിടിക്കാനേ. നമ്മളപ്പുറത്തെ വീട്ടിൽ അതിന് കൊറേ കാലം ഇവര് വരാറൊന്നുമില്ലല്ലോ, കൊറേ കാലായി. വഴി അറിയാണ്ട് നിന്നുണ്ടാവും. അവരെ പറഞ്ഞു ഇപ്പുറത്തെ വീട്, അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നു. ശരി, കേറിയിരിക്കേ. ശരി, ഇരിക്കേ, അവിടെ ഇരിക്കേ. പിന്നെ എവിടെ കുറച്ച് വെള്ളം എടുത്താ കുടിക്കാ അവർക്ക്? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടം കുഴപ്പമില്ല മോനെ, എങ്ങനെ പോണു? എന്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? വിശേഷം കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സുഖമായിട്ടിരിക്കണു. പിന്നെ അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പൊ നിങ്ങളെല്ലാരും കൂടി ഒന്ന് വിളിച്ചിട്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാം കൂടി ഇറങ്ങിയതാ. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്താ? സുഖമായിരിക്കും. നീ നോക്കി കണ്ടപ്പോ വെള്ളം കളിക്കേ? ഇല്ല, വെള്ളം കുഴപ്പമില്ല. പിന്നെ അമ്മായിക്കൊക്കെ ഉണ്ട്? അമ്മായിക്ക് കുറച്ച് വയ്യാകി ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്ക് വലിയ കുഴപ്പമില്ല, ഇപ്പൊ നടക്കുന്നൊക്കെ ഉണ്ട്. വരാ, കൊറേ കാലായി വന്നിട്ട്. പിന്നെ ഇവിടുത്തെ ഉണ്ണികളൊക്കെ എന്ത് പറയണോ? കുട്ടികളൊക്കെ സുഖമായിരിക്കണോ? പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാന് വരാറില്ലല്ലോ, അപ്പൊ അത് എന്ത് പറ്റി, എന്നെ കല്യാണം വിളിക്കാൻ എന്തെങ്കിലും കാര്യം ഉണ്ടാവും വെച്ചിട്ട് അങ്ങനെ ചോദിച്ചതാ. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതാ വരുന്നു. അതെ, ഒരു മിനിറ്റ് കേട്ടോ, അപ്പൊ വരാട്ടാ. എന്താ വിളിച്ച്? അതെ, എന്തിനാ അവര് ഇങ്ങോട്ട് വന്നിരിക്കണോ? അവര് വേറെന്തോ പരിപാടി പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. വേറെ എന്തൊരു പരിപാടി? വേറെ എന്താ, കുട്ടിയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ വീട് കുത്തിച്ച് എന്തെങ്കിലുമൊക്കെ ആവും. എന്നോട് പറഞ്ഞിട്ടില്ല, പറയായിരിക്കും. അപ്പോഴേക്കും നീ വിളിച്ച് ചോദിക്കാത്ത. അതെ, എനിക്ക് എന്താ പേടിയെന്നറിയോ? വേറെ ഒന്നുമല്ല, ഉച്ച നേരല്ലേ, ചോറ് കഴിക്കാൻ പറയാൻ പേടിയും, എന്നാൽ കഴിക്കാണ്ട് വിടാനൊരു സമാധാനം ഇല്ല, ആദ്യമായിട്ട് വന്നിട്ട്. പക്ഷെ നിങ്ങളൊന്നും പറയണ്ട കേട്ടോ, ചിലപ്പോൾ അവർ കടയിൽ നിന്ന് കഴിച്ചിട്ട് വന്നിട്ടുണ്ടാവും ചോറ്. ഇപ്പം ചോറ് ഇട്ടിട്ട് പോകാനൊന്നും പറയണ്ട. അവർ വന്നിട്ട് നമ്മൾ നാണം കെടുത്തിയ പോലെ വിടാൻ പാടില്ല. അവരിനിപ്പോൾ എത്ര ആൾ വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ കാറിൽ ചിലപ്പോൾ ഉമ്മയും എല്ലാവരും കൂടി വരികയാണെങ്കിലോ? അതാണ് ഈ പിശുക്കത്തരം വേണ്ട. എന്തെങ്കിലും ഇച്ചിരി കൂടുതൽ മേടിക്കുന്നു പറയണത്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ പറയണത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ത് അറിയോ? നിങ്ങൾ എപ്പോഴും പിശുക്കത്തരം തന്നെയാ. നീ വെള്ളം കലക്കി കൊണ്ട് കൊടുത്തേ, അത് കാത്തിക്കുന്നോടെ. ഞാൻ വിളിച്ചപ്പോ അവരെന്തെങ്കിലും വിചാരിക്കില്ലേ? ഇല്ല, അത് ഞാൻ വെള്ളം കലക്കിട്ട് കൊണ്ട് വരാൻ നിന്നാണ് നിങ്ങളടുത്ത് തരാന്. ആരാ കൊണ്ടൊരു നേരം.
നീ കണ്ടില്ലേ മാമാടെ സെറ്റപ്പ് വലിയ പണക്കാരാ. വീട്ടിൽ നിന്ന് കേറി വരുമ്പോ തന്നെ കണ്ടില്ലേ നല്ല ബിരിയാണിന്റെ മണം. അതേ മാമ നമ്മളെ നന്നായിട്ട് നിർബന്ധിക്കും, കഴിച്ചിട്ട് പോവാന്ന്. വേണ്ടാന്ന് മൊത്തം പറയാൻ പറ്റാ. നിങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ല. അമ്മായി വന്നിട്ട് ഇരിക്കുന്നു ഒന്നും പറയുന്നുണ്ടെങ്കിൽ ആ മാമ എത്രയോ നേരം കഴിഞ്ഞിട്ട് കയറി ഇരിക്കുന്നു പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറിയത്. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഉണ്ടാണ്ടിക്കോ. അമ്മായിയുടെ സ്വഭാവം കാണണ്ട, അമ്മായിയുടെ മുഖം അങ്ങനെ തന്നെയാ. മാമ നല്ല സ്വഭാവ. നീ കണ്ടോ ഇപ്പൊ വെള്ളം എടുക്കാൻ പറയുമ്പോഴല്ലേ നോക്കാം. വെള്ളം എടുക്കാൻ പോയി വന്നിട്ടില്ലേ? വിശക്കണില്ലേ? നല്ല മണം. എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണി വന്ന് കഴിക്കുന്ന നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വേണ്ടാന്ന് പറയണ്ട കേട്ടാ. നമ്മൾ കഴിച്ചിട്ടുമില്ല ഭക്ഷണം. എന്തായാലും വെള്ളം കൊണ്ടുവരട്ടെ. വരുന്നുണ്ട് തോന്നുന്നു. ആ വെള്ളം കൊടുക്കരുത്. കുടിക്കേ, വെള്ളം കുടിക്കേ. പിന്നെ മാമ നമ്മള് വന്ന എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ വീട് പാർക്കലുണ്ടല്ലോ, അത് വിളിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട് പരിപാടിക്ക് അല്ലേ. നമ്മളിപ്പോ എന്താ പറയാ, ആരെയും വിട്ടിട്ടില്ല. അപ്പൊ എല്ലാരും ചേർന്നിട്ട് വീട് പാർക്കലിൽ മൗലീദും കുത്തുബീത്തൊക്കെ വെച്ചിട്ടേ ഗംഭീരമായിട്ട് നടത്താന്നുള്ളൊരു തീരുമാനത്തിലാ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി വരണം. വീട് മാമാക്ക് അറിയാ, നമ്മുടെ ഇവിടെ തന്നെയാ, താമരശ്ശേരി. അതെ, താമരശ്ശേരി പറഞ്ഞത് അവിടുന്ന് കുറച്ചടുത്ത് തന്നെ, സിറ്റിന്ന് കുറച്ച് അപ്പുറത്ത് വരും. അപ്പൊ ഇവരൊക്കെ കുടുംബത്തോടെ ഒരുമിച്ച് താമസിക്കുന്നത്. അതെ, അപ്പൊ എല്ലാരും കുടുംബത്തോടുകൂടി വരണട്ടാ. അത് വരാം. പിന്നല്ല, അവിടത്തെ വിശേഷങ്ങളൊക്കെ അവര് മക്കളും അവരുടെ വിശേഷങ്ങളൊക്കെ എന്ത് സുഖം തന്നെ. എല്ലാരും വിശേഷം കുഴപ്പമില്ല. നമ്മള് രാവിലെ തൊട്ട് ഇറങ്ങി കാരണം എല്ലാരും വീടും കയറി. എല്ലാരും കുഴപ്പമില്ല, എല്ലാരും വരാ റാഹത്താണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എല്ലാരും കൂടി കാണുമ്പോ ഉമ്മാക്കും വല്യമ്മാക്കും എല്ലാവർക്കും സന്തോഷാവല്ലോ. മാമയൊന്നും പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല, കൊറേയൊക്കെ ആയില്ലേ കുറെ കാലായി അവിടെ വന്നിട്ട്. ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വരാൻ പറ്റുള്ളൂ. അതാണ് വല്യമ്മ പറഞ്ഞു, എല്ലാരും വിളിക്കണം നമുക്ക് ഈ പരിപാടിക്ക്, ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഗംഭീരമായിട്ട് നടത്തണം എന്ന് പറഞ്ഞ കാരണം ആരെയും വിടാണ്ട് എല്ലാരെയും കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ കാലത്ത് ഇറങ്ങിയതാവൂലേ? ഒന്നും പറയണ്ട, രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയതാ. കാരണം അധികം ദിവസമല്ലല്ലോ, എല്ലാരെയും വിളിച്ചു നിൽക്കണ്ടേ. അപ്പൊ അതിന്റെ തിരക്കിൽ ഇപ്പൊ ഭക്ഷണം കഴിക്കാനും വിട്ടുപോയിന്നേ. അപ്പൊ കാര്യം ചെയ്യും, ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. എന്തായാലും ഇപ്പൊ ഉച്ച നേരമായില്ലേ. അത് കുഴപ്പമില്ല, നമ്മുടെ മാമയല്ലേ, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാ. അതിനെന്താ, ഞാൻ സാറിന്റെ അടുത്ത് പറയായിരുന്നു മാമ വിളിക്കും, ഭക്ഷണം ഇവിടെ ആക്കിട്ട് പോവാന്ന്. എന്നാ എനിക്ക് ഭക്ഷണം കഴിക്കാം. എന്നാ ഇവിടുന്ന് കഴിച്ച് കൈ കഴുകി ഭക്ഷണം കഴിച്ചിട്ട് പോവാം. അതെ, മക്കളൊന്ന് കൈ കഴുകിട്ടാ, ചോറെടുക്കാൻ പറയാം. ശരി സരികുട്ടി. അതെ, വല്ലാണ്ട് വീട്ടിൽ ബിരിയാണിയാണ്. ആ ഇല എവിടെ? അതിന്റെ മുകളിലിരിക്കണ. അല്ല, അങ്ങനത്തെ എന്തിന്റെ കട? എന്താ അവര് ഭക്ഷണം കഴിക്കാന്ന് എന്ത് ചോദിച്ചാൽ അവര് കാലത്ത് ഇറങ്ങിയതാണ്. അവരെന്നെ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുക്കണ്ടേ? എന്താ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് പറയുന്നത് കൂടുതലാണ്. നിങ്ങളുടെ ആൾക്കാരെങ്കിലും വരുമ്പോ എനിക്ക് എല്ലാ സ്ഥലക്കാരാണല്ലോ. ഇതിപ്പോ അവര് എപ്പോഴോ കൊല്ലത്ത് കഴിച്ച് വന്നതാ. അത് വരുന്ന എനിക്കറിയില്ലല്ലോ. ഇവര് വിളിച്ച് പറഞ്ഞിട്ട് നമുക്കില്ലെങ്കിലും അവർക്കെങ്കിലും കൊടുക്കാം. അത് കണ്ടെന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ കൂടുതൽ നിൽക്കും. ഞങ്ങളുടെ ആൾക്കാരാണെങ്കിൽ വരുമ്പോ ഒരു കൈ വിട്ട് കൊടുക്കില്ല. നിങ്ങളുടെ ആൾക്കാർ ആരെങ്കിലും പണ്ടുകൂട്ടുകാർ അവർ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സൽക്കാരൊക്കെ ആണല്ലോ. അവര് കേൾക്കൊന്നുമില്ല. അല്ലെങ്കിൽ അത്ര കുറച്ച് കൂടുതൽ നിൽക്കും. ചോറ് കണ്ടു കൊടുക്ക. ഇന്നെന്താ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാ? നല്ല മണമൊക്കെ ഉണ്ടല്ലോ. സ്പെഷ്യൽ അതൊന്നും കാര്യമില്ല പോലെ. അതായത് ഇത് വെള്ളമായില്ല. നീ എന്ത് പണി ചെയ്ത്? അത് ചോറ് കൊടുക്കണോടെ വെള്ളം കൊണ്ട് വെച്ചിട്ട്. അത് കുഴപ്പമില്ല, അത് അറിയാണ്ട് പോയതല്ലേ. ശ്രദ്ധിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ. കുറച്ച് മതിട്ടാ, കുറച്ചും കൂടി. മതി 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 തത്താ. വെച്ചു തത്താ. താത്താടെ ബിരിയാണി എന്ത് മണല്ലേ. അയ്യോ, അത് കൊണ്ടുപോണ്ട, അത് ഇവിടെ വെച്ചോ. അത് ഇടക്കിടക്ക് അങ്ങോട്ട് കൊണ്ടുപോണ്ടല്ലോ, ഇവിടെ തന്നെ വെച്ചോ തത്ത, കുഴപ്പമില്ല. വരുന്നവരെ കഴിക്കട്ടാ, ഞാനിപ്പോ അവിടെ നിൽക്കാം. മാമാ, ഭക്ഷണമൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടാ. വയറിറച്ചി കഴിച്ചില്ല? വയറിറച്ചി കഴിച്ചു. അമ്മായി ഇത്ര ടേസ്റ്റിൽ വെക്കുന്ന അറിഞ്ഞില്ല. അമ്മായി എവിടെ? അമ്മായി അവിടെ ഉണ്ട്.
അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങുക. ആ, നിങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ വായോട്ടാ. ഇൻഷാല്ലാ അമ്മായി നേരത്തെ തന്നെ വായോട്ടാ. മാമാനെയും കൂട്ടിയിട്ട് കുട്ടികളെ എല്ലാരും വിളിച്ചിട്ട് നേരത്തെ തന്നെ വായോ. മൗലീദും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ട് സമാധാനത്തിൽ പോവാട്ടാ. ഞങ്ങൾ പോട്ടെ എന്നാ. ആ ശരി എന്നാ. ശരി എന്നാ. ഇനിയിപ്പൊ അവിടെ എത്തണ്ട അത്രയും ദൂരം. ചോദിച്ചൊന്ന് പറയട്ടോ. ഞാൻ പറയാം. നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നോ? അവരോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇനി അവർ വന്നാൽ എന്താ ചെയ്യുക? ചെമ്പിലാണെങ്കിൽ ചോറിനില്ല, വന്ന് സമാധാനം ഇല്ല, എന്താ ചെയ്യാന്നറിയില്ല. കുട്ടികളാണെങ്കിൽ ഒരു ആദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയാക്കി നമ്മൾ വിരുന്ന് വിളിച്ചാൽ അതിനുള്ള മാന്യത കാണിക്കണം, മര്യാദ. ഇതെന്താ പറഞ്ഞ പോലെ വിചാരിക്കാണ്ട് അവർ കല്യാണം പറയാ കുട്ടീസ പറയാൻ വന്നാൽ കുട്ടീസ പറഞ്ഞിട്ട് പോകില്ലേ? ചോറ് കഴിക്കുക പറഞ്ഞിട്ട് ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അവർ ക്ഷണിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ക്ഷണിച്ച് വെച്ചിങ്ങാണ്ട് നമ്മൾ എന്താ പറഞ്ഞ പോലെ. നീ എന്തെങ്ങനെ ഓരോന്ന് പറയുന്നത്? അവര് പെട്ടെന്ന് ഒരു പരിപാടി വിളിക്കാൻ വന്നു കഴിഞ്ഞാലേ ചോറുണ്ടാണ് കാലത്ത് അവിടെ നിന്ന് പോന്നതാണ്. അപ്പൊ വിശന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മൾ ചോറുണ്ടാ ഉണ്ണെന്ന് പറഞ്ഞതിന് അവര് വന്നിട്ട് വിശന്നിരിക്കുമ്പോ പിന്നെ ഉണ്ണണ്ടാന്ന് പറയാൻ പറ്റുമോ? അവര് വന്നോട്ടെ, കാര്യങ്ങള് പറയാൻ നിൽക്കുമ്പോഴാണോ? ആ വരും എത്ര നേരായി മോനെ സമയം. അമ്മായിയെ വിശേഷം? നേരം വൈകിയല്ലോ. കുറച്ച് ലേറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടുകാരുടെ കൂടെ പറഞ്ഞില്ലേ. അപ്പൊ 3 മണിയാകാറായില്ലേ? 3 മണി. വരി ഇനി പറത്താൻ നമുക്ക് പിന്നെ പറയാം. മക്കൾക്ക് വെള്ളം എടുക്കട്ടെ. വെള്ളം നിറക്കണ്ട അമ്മായി, ഇപ്പൊ വെള്ളം കുടിച്ചിട്ടല്ലേ പോന്നല്ലേ, വെള്ളം നിറക്കണ്ട. എന്നാ മക്കൾ ഇരിക്കും. എന്തായാലും നീ വന്നിരിക്കും. എന്തായാലും അമ്മായി തൊട്ടം വിളിക്കണതല്ലേ. എന്തായാലും 2 പേറ്റ് കഴിച്ചിട്ട് പോവാ. മാമ ഇരിക്കുന്നില്ലേ? എങ്ങോട്ടൊന്ന് വന്നേ. എന്താ വിളിച്ച് നോക്കിയ ചോറിനുള്ള എങ്ങനെയാ അവരെ മുന്നിൽ കൊണ്ട് വെച്ച് കൊടുക്കുക? പെട്ടെന്ന് ഇപ്പൊ അവര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോ ഉള്ളത് വെച്ചു കൊടുക്കന്നെ. ചോറിനാൻ എന്താ കഷ്ണമില്ല, ഒന്നുമില്ല. നിങ്ങൾ അതാണ് ഇന്നല്ല എന്നും ഞാൻ പറഞ്ഞത് നിങ്ങളോട്. മേടിക്കുമ്പോ കൂട്ടി മേടിക്കും. അതിന്റെ ഇടയിൽ 2-3 പിള്ളേർ ഇന്നെ വരുന്ന എനിക്ക് അറിയില്ലല്ലോ. ആ പിള്ളേർ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുകളും വന്നിട്ട് കുട്ടികളെ ഉള്ളത് കൊണ്ട് വെച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം വിരുന്ന് എന്തെങ്കിലും വെക്കേണ്ടി വരും. അത് പിന്നെ എന്ത് ചെയ്യാ? പെൺകുട്ടി അവനെ നമ്മുടെ പെൺകുട്ടി ആരാൻ്റെ അല്ലേ? അത് അവിടെയൊക്കെ വീട്ടിലൊക്കെ ചെന്ന് പറയില്ലേ, ഓ അമ്മായിനോട് വിരുന്ന് പോയി, എന്താ വിരുന്നൊക്കെ വിളിച്ച് അവിടെ പോയിട്ട് ഇപ്പൊ എന്തുട്ടാന്ന് പറയില്ലേ? ആ കുട്ടി വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പെട്ടെന്ന് വന്ന കാരണം പറ്റിയില്ല കുട്ടികളെ ചോറിനാനും ഇരുന്നു. എന്താ ചെയ്യാ? കൊണ്ടു കൊടുക്കാല്ലേ? കൊണ്ട് കൊടുത്തിട്ട് ഒരാൾ കഴിക്കട്ടെ. എന്താ അവിടെ ഒരു ചർച്ച? പണിയാണ് ചെയ്ത്. വേറെ ഒന്നുമില്ല മോനെ. അതെ, നിങ്ങൾ വരുന്ന മുന്നായിട്ടേ ഉപ്പാടെ അമ്മായിടെ മോനും മരോളും ഒക്കെ വന്ന്, പിന്നെ കാലത്ത് നമ്മുടെ കുഞ്ഞിപ്പാടെ കുട്ടികളും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവറ്റകളൊക്കെ വന്ന് കഴിച്ച് 3 കുട്ടികൾ അവരും വന്ന് കഴിച്ച്. നിങ്ങൾക്ക് ഭക്ഷണത്തില് മാമയാണെങ്കിൽ അർജന്റായിട്ട് അവരോട് കഴിച്ചിട്ട് പോവാ പറഞ്ഞപ്പോ അവരിരുന്ന് കഴിക്കുകയും ചെയ്ത്. വന്നിട്ടുണ്ടായിരുന്നു അവര് വീട് കുറ്റീസ പറയാനേ. എനിക്കിപ്പോ മോന് എന്റെ ആയതുകൊണ്ട് പറയണ ആ കുട്ടി എന്താ വിചാരിക്കുക, അതെന്താ വിചാരിക്കുക? അതാണ് എനിക്ക് വല്ലാത്തൊരു വിഷമം. ചോറ് തന്നെ ഉള്ളു കണ്ടോ. അതാണോ പ്രശ്നം? അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സിന്റെ അടുത്ത് ഇപ്പൊ നേരെ ഞാൻ വന്നില്ലേ. ആ കുട്ടി എന്താ വിചാരിക്കുക? ഇല്ല ഞാൻ അവിടുന്ന് ഓൾറെഡി കഴിച്ചിട്ടാ പോന്നെ. ഞാൻ ഓൾറെഡി കഴിച്ചു നടന്നു. അത് ഇത്ര ലേറ്റ് ആയത്. പിന്നെ വന്ന സ്ഥിതിക്ക് അമ്മായിന്റെ ഭാഗം ഒരു ബിരിയാണി കിട്ടാന്ന് പറയുമ്പോ അത് വേറെ തന്നെ കഴിക്കൂലല്ലേ. അപ്പൊ അവര് അവിടുത്തെ വരുമ്പോ എന്നെ അവിടുത്തെ പറഞ്ഞായിരുന്നു, അമ്മായിന്റെ അടുത്ത ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും വെക്കുന്ന ടേസ്റ്റ് ഉണ്ട്, വേറെ എവിടെ ദുനിയാലും എവിടെയും കിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരുന്നു. വന്ന സ്ഥിതിക്ക് 2 പേറ്റ് കഴിക്കാലോ. അതെ, ഉള്ളത് മക്കൾ കഴിക്കും. ആ കുട്ടിയോട് എന്താ വിചാരിക്കുക? ഇല്ല അതൊന്നും കുഴപ്പമില്ല. അമ്മായി അവിടെ വരുമ്പോ അത്യാവശ്യം വയറ് നിറച്ച് കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ അമ്മായിയുടെ ആ ഫുഡിന്റെ ടേസ്റ്റിലുണ്ടാണ് പിന്നെ 2 പേറ്റ് കഴിക്കാൻ രീതി നിന്നായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് വേറെ എന്താ പറയാ, വിചാരിക്കാത്തവര് വന്ന് എന്താ ചെയ്യാ? കഴിക്കണ നേരത്താണ് ഐറ്റകളും വന്ന്. അതുകൊണ്ടാണെങ്കിൽ ഭയങ്കര വിശപ്പും പാവം. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് മാമാനൊന്നും ചീത്താറിന് എന്തിനാ നിങ്ങള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണം കഴിക്കണ നേരല്ലേ? നല്ല ഇപ്പൊ എന്താ അമ്മായി ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ നമ്മള് വരുന്നത്, ഏത് നിമിഷം വരാലോ. അത് കുഴപ്പമില്ലാത്ത വരില്ല. ഇനിയിപ്പോ വേറെ ദിവസം വരാം, പ്രശ്നം. മോനെന്റെ പക്ഷെ അവളെന്താ വിചാരിക്കാ? അവളൊന്നും വിചാരിക്കുന്നില്ല. അതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. അതിന് ബേജാറാവുന്നത്
പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ വേറെ ഒന്നും നല്ല കുഴപ്പമൊന്നുമില്ലല്ലോ? വിശേഷം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ മോൻ ആ ഇരിക്ക്, അവരിപ്പോ ചോറുണ്ടാക്കാൻ കൂടി വന്നവരിപ്പോ കഴിക്കും. എവിടുത്തെ ആൾക്കാരാ? അവര് കുറച്ച് അകലെയുള്ളവരാ. അതെ. എന്തോ ഒരു സ്ഥലം പറഞ്ഞു, വീട് വ്യത്യാസം കണ്ടിട്ടൊന്നുമില്ല. അല്ല ഇവരെ മാമാടെ താമരശ്ശേരി. മാമാടെ താമരശ്ശേരി. ഫാമിലി അല്ലേ? ഇവരുടെ അമ്മായിയുടെ അവര് വരാറൊന്നുമില്ല, കുറേ കാലായി. അതെ അല്ലേ? മോനും പെട്ടെന്ന് മരുവളും ഒരു വീട് താമസാണ്. അപ്പൊ അത് പറയാൻ വേണ്ടി വന്നാണ്. നമ്മള് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ വഴി തെറ്റി പോയതാവോന്ന് വെച്ചിട്ട് മാമാനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോ മാമ പറയണത് എന്റെ അമ്മായിയുടെ മോനും മരുവളാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ, എനിക്കത് ഭയങ്കര ഒരു ചമ്മലായി. ഇവിടെ പിന്നെ അടുത്തുനിന്ന് ഹോട്ടലൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ഒക്കെ വാങ്ങി ഇല്ലല്ല, എന്തെങ്കിലും. ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ അവിടെ കൂട്ടുകാരൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ കഴിച്ചു പോയതാണ്. ഞാൻ അല്ലാതെ ഇത്ര നേരം 3 മണിയല്ല, അത്ര ലേറ്റ് ആവാൻ കാരണം എന്താ, നിർബന്ധിച്ചുകൊണ്ട് അത്ര ഇതായത്. ഞാൻ കുഴപ്പമൊന്നുമില്ല, വയറ് ഓൾറെഡി ശരിയാണ് മക്കളെ, ഇരിക്കും ഓരോ തരീസ കഴിക്കാം. എനിക്ക് വേണ്ട, നിർബന്ധിക്കണ്ട, വേണ്ട വെച്ചിട്ടാണ് ഞാൻ പിന്നെ എന്തെങ്കിലും തെരുവ് കഴിക്കാല വെച്ചിട്ട് വന്നതാണ്. ശരി, ഇരിക്കും. എല്ലാവരും രണ്ടാളും കൂടി കഴിക്കും. ആ പെൺകുട്ടി എന്താ വിചാരിക്കുക? ഇതുണ്ടല്ലേ ആ പെൺകുട്ടി എന്താ വിചാരിക്കുക? കാണുന്നവരൊക്കെ ഒന്ന് ഇരിക്കുന്നത് 4 മാസം 5 മാസമായി ചോദിക്കുന്നത്. ഇതാണ് അവസ്ഥകള്. അപ്പൊ അതൊന്നും കാര്യമാക്കണ്ട കേട്ടാ. ശരി, നിങ്ങളെല്ലാം കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ വല്ല വിശേഷങ്ങൾ പറഞ്ഞിരിക്കാലോ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നിക്കണ വാ ചെല്ലേ. സിത്തുവാ, വാ നമുക്കേ ഇപ്പൊ എന്നാ പതുക്കെ പോവാൻ നോക്കാം. വാ, നമുക്ക് വേറെ ഒരു ദിവസം വരാം. നമുക്ക് അതൊന്നുമില്ലടാ, അത് ഞാൻ പറയാം നിന്റെ അടുത്ത് ട്ടാ. നീ വാ, നമുക്ക് വേറെ ഒരു ദിവസം വരാം ട്ടാ. വാ. അമ്മായി മാമ, ഞാൻ ഇറങ്ങട്ടെ എന്നാ. ഞാൻ വേറെ ദിവസം വരാം ട്ടാ. സമാധാനത്തിലേ വേറെ ദിവസം വരാം. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, പ്രശ്നമില്ല ട്ടാ. ഓക്കെ, ശരി എന്നാ ട്ടാ. ശരി, ഓക്കെ. അസ്സലാമു അലൈക്കും. പക്ഷെ എന്തൊരു കഷ്ടം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാണക്കേട്. ഇത് കുഴപ്പമില്ല, ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് നല്ലൊരു ഫുഡ് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ക്ഷീണമൊക്കെ നമുക്ക് പിന്നെ മാറ്റാമല്ലോ. വല്ലാത്തൊരു വിഷമം എനിക്ക്. അത് ഇനി ഫീലാകണ്ട, ഇനിയിപ്പോൾ റെഡിയാക്കാം നമുക്ക് കേട്ടാ. എന്താ വിചാരിക്കുക, പെൺകുട്ടി എന്ത് വിചാരിക്കാവോ, അതാണ് എനിക്ക്. ഒന്നും അവൻ വിചാരിക്കില്ല. കുഴപ്പമില്ല, അത് നമ്മുടെ മോനാണ്. ആ കുട്ടി നമ്മുടെ തന്നെ, എന്നാലും ആ കുട്ടി എന്ത് വിചാരിക്കാവോ. എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ വിളിക്കാമല്ലോ നമുക്ക്, ഒരാഴ്ച കഴിഞ്ഞിട്ടോ അടുത്ത ആഴ്ച വിളിച്ചിട്ട് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഇനി അത് വെച്ചിട്ട് വിഷമിക്കണ്ട കേട്ടോ. വല്ലാത്തൊരു വിഷമം എനിക്ക്. അത് വെച്ച് വിഷമിക്കണ്ട, നീയേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേ. ബാക്കിയുള്ള കാര്യം പോയി ചെയ്യും. പോയിട്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ പിച്ചകത്താരം എന്നാ നിങ്ങളെ കയ്യിൽ നിന്ന് മാറുന്ന പറഞ്ഞില്ലേ നേരത്തെ. നിങ്ങളെ ഈ പുകച്ച് വിടണില്ലേ, ഒരു ദിവസം 2 എണ്ണം 200 റുപ്യ വേണം 2 പെട്ടി കെട്ടണമെങ്കിൽ. അതിലൊക്കെ പിശുക്കത്താരം കാണിക്കില്ലേ, ഇതിലൊക്കെ പിശുക്കത്താരം കാണിക്കും. നാണം കെട്ടതാരാ? നല്ലേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന ആര് കണ്ട്? പിന്നെ ഒരാൾ വരുമ്പോൾ അത് അങ്ങനെ തന്നെ. എന്തെങ്കിലും ഒന്ന് കുറവുണ്ടാകുമ്പോഴാണ്, സാധനങ്ങൾ കുറവ് വെക്കുമ്പോഴാണ് വിരുന്നുകാർ കൂടുതൽ വരിക. അല്ലാ സമയത്ത് കൂടുതൽ വെക്കുന്ന ഒരാളും ഉണ്ടാവില്ല. ഒരു ജാതി പോലെ വയസ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു നാണക്കേട് നമ്മൾ പെട്ടിട്ടില്ല. ആർക്കും സമൃദ്ധിയിൽ കൊടുത്തിട്ടുള്ള പരിചയമല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതിൽ കേട്ടിട്ടില്ല.